ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്ന് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി വീട്ടിലെ പ്രശ്നക്കാരൻ ആരാണെന്ന് പറയണം. സ്ക്രീൻ സ്പേസിനും അറ്റൻഷനും വേണ്ടി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ പറയണം. ഇതിന്റെ കൂടെ തന്നെ സേഫ് ഗെയിമേഴ്സിനെയും നല്ലപോലെ കളിക്കുന്നു എന്ന് തോന്നുന്നവരെയും പറയണം. 6 സീസൺസ് കഴിഞ്ഞ് ഇതിപ്പോ 7ാമത്തെ സീസണാണ്. 6 സീസൺസ് കഴിഞ്ഞിട്ട് മലയാളി പ്രേക്ഷകരുടെ ഒരു പൾസ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ തന്നെയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അനീഷാണ് പ്രശ്നക്കാരൻ എന്ന് മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പാൻ ശരത്ത്, അക്ബർ, ബിന്നി, ബിൻസി, ഷാരിക, രേണുസുതി, നെവിൻ, സരിക, ഷാനവാസ്, അങ്ങനെ എല്ലാവരും അനീഷ് പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞു. അനീഷിന്റെ ചൊറിച്ചിൽ ഗെയിം സ്ട്രാറ്റജിയെ പറ്റിയും പിന്നെ അതേപോലെ തന്നെ അനീഷ് അവിടെ ഒരാവശ്യമില്ലാതെ എയറിൽ നിന്നുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയും അക്ബറൊക്കെ വാട്സപ്പ് അമ്മാവൻ എന്ന് വരെ വിളിച്ചു അനീഷിനെ. അനീഷിന്റെ ഗെയിമിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ് അനീഷ് ഈ ഒരാഴ്ച കൊണ്ട് അത്രയും പ്രശ്നങ്ങളും കോണ്ടന്റുകളും അവിടെ ഉണ്ടാക്കിയത്. ഇത് ഒരു രീതിയിൽ പുള്ളിയുടെ ഗെയിമിന്റെ ഒരു വിജയം തന്നെയാണ്. എല്ലാവരെയും എതിരാളികളായിട്ട് കാണുന്ന കണ്ടസ്റ്റൻസിനോടാണ് പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്നത്. ഇത് നമ്മൾ എല്ലാ സീസണിലും പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ സുഹൃത്ത് ബന്ധങ്ങളുടെ നന്മയും അനിയത്തിപ്പാസവും പരദൂഷണവും ഒന്നും അല്ല ബിഗ് ബോസ്. അല്ലെ പിന്നെ ആ രീതിയിലുള്ള ഒരു ഓഡിയൻസ് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതിനു ശേഷം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ അഖിൽമാരൊക്കെ ചെയ്തതുപോലെ. അവിടെയുള്ള 15 പേരും അനീഷിനെ മൈൻഡ് ആക്കാതിരുന്നുവെങ്കിൽ അനീഷ് പുറത്ത് ഇത്രയും ചർച്ച ആവത്തില്ലായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ചൊറിയും തോറും മാന്താനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരുന്നു. അത് അനീഷിനൊരു വലിയൊരു ബൂസ്റ്റായി. ഒരു കോമണർ ടാഗിൽ വന്ന മത്സരാർത്ഥി 10ഉം 11ഉം വർഷം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത സെലിബ്രിറ്റികളെക്കാൾ കണ്ടന്റുകൾ കൊടുത്ത് പുറത്ത് ചർച്ചാ വിഷയമാവുന്നു. ജിസേൽ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞതുപോലെ, യു ക്യാൻ ലവ് ഹിം ഓർ ഹേറ്റ് ഹിം ബട്ട് യു കാൻറ്റ് ഇഗ്നോർ ഹിം. നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, വെറുക്കാം, പക്ഷെ അയാളെ മാറ്റി നിർത്താൻ ആവില്ല.